ആരാധിക്കുവാൻ ദൈവം നമുക്ക് അവസരം കൂടി നൽകി. കഴിഞ്ഞ ദിവസങ്ങളിൽ പല വിധത്തിലുള്ള സാഹചര്യങ്ങൾ അനേകരെ പ്രതികൂലമായി ബാധിച്ചു. അനേക ആപത്തുകൾ, അനർത്ഥങ്ങൾ നിമിത്തം പലരുടെ ജീവിതങ്ങൾ വളരെ പ്രയാസത്തിലായിരുന്നു. ദൈവത്തിന്റെ മക്കളാകുന്ന നമ്മൾക്ക് ഇന്ന് സന്തോഷത്തോടും സമാധാനത്തോടും ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ ഒരു അവസരം കൂടി ദൈവം നമുക്ക് നൽകിയല്ലോ. നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ താഴ്ത്തി ആരാധനയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഇന്ന് രാവിലെ സമയം ഞങ്ങൾ തിരുസന്നിധിയോട് അടുത്തു വരുന്നു. 2-3 പേർ ദൈവത്തിന്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് അവിടുത്തെ ദിവ്യ സാന്നിധ്യം കടന്നു വരും എന്ന് ഞങ്ങളോടുള്ള വാഗ്ദത്തം ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ആരാധനയിൽ പ്രസാദിക്കുവാൻ, ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ശബ്ദം കേൾക്കുവാൻ, ഞങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ, ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ, കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആശ്വാസവും സന്തോഷവും ആത്മീയമായ സന്തോഷവും ഇന്ന് പകൽക്കാലം ലഭിക്കുവാൻ അവിടുത്തെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിൽ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവേദിയുടെ സന്നിധി ഞങ്ങൾ ആയിരിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരു പ്രാവശ്യം കൂടെ ശോധന ചെയ്യുന്ന കർത്താവേ, കാൽവരി ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി ഒഴുക്കിയ ആ രക്തം കൊണ്ട് ഇന്ന് പകൽക്കാലം ഞങ്ങളെ കഴുകി ശുദ്ധീകരിച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെ വെടിപ്പാക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. പ്രത്യേകിച്ച് അങ്ങയുടെ മേശയുടെ മുൻപാകെ ഞങ്ങൾ കടന്നു വരുമ്പോൾ ഞങ്ങളെ തന്നെ ശോധന ചെയ്ത് ഞങ്ങൾ ക്രമീകരണം പ്രാപിക്കേണ്ടുന്ന ഇടങ്ങളിൽ ക്രമീകരിച്ച് ഞങ്ങൾ പ്രാഗൽഭ്യത്തോട് സന്തോഷത്തോട് ഈ കൂട്ടായ്മയിൽ സംബന്ധിക്കുവാൻ കർത്താവ് സഹായിക്കണമേ. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് ഇന്ന് രാവിലെ സമയം സൗഖ്യമില്ലാത്ത ഭവനത്തിലായിരിക്കുന്ന പ്രിയാനി സിസ്റ്ററെ കർത്താവ് ബലപ്പെടുത്തി കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവേ, ആരാധനയുടെ ആരംഭം മുതൽ അവസാനം വരെ എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് തന്നെ അനുഗ്രഹിക്കുകയാണ്. ഓരോ ശുശ്രൂഷയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തോടുകൂടി ചെയ്യുവാൻ കർത്താവ് ചെയ്യുന്ന എല്ലാവരെയും ശക്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദിയോടെ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഡേവിഡ് ഇന്നത്തെ പാട്ട് ലീഡ് ചെയ്യും. ഹല്ലേലൂയ. പ്രൈസ് ജീസസ്. അടവിക്കരുക്കളിനിടയിൽ ഒരു നാരകൻ ആവണം. അടവിക്കരുക്കളിനിടയിൽ ഒരു നാരകൻ ആവണം. വിശുദ്ധരിൻ നടുവിൽ കാണുന്നേ
ഞാനിപ്പോൾ വന്നിടുന്നേ. തിരുവിതാമേൽ തീർത്തിടുവാൻ ഇതാ ഞാനിപ്പോൾ വന്നിടുന്നേ. എന്റെ വേലയിൽ തികച്ചുകൊണ്ട് എന്റെ മുൻപിൽ ഞാൻ നിന്നിടുവാൻ. എന്റെ വേലയിൽ തികച്ചുകൊണ്ട് എന്റെ മുൻപിൽ ഞാൻ നിന്നിടുവാൻ. വാഴ്ത്തുന്നേ പ്രിയരേ, ജീവദാനമെല്ലാം ജീവരൂയാത്രയിൽ നീയോടെ ഞാൻ പാടിയിടുവേ. നീയോടെ ഞാൻ പാടിയിടുവേ. Hallelujah. Thank you, Jesus. We praise you, God. Hallelujah. 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 Glory, glory, glory. Praise you, Jesus. Hallelujah.
ക്രൂശിൽ മരിച്ച് നമ്മെ വീണ്ടെടുത്ത് ഗോത്രങ്ങളിൽ നിന്ന്, ഭാഷകളിൽ നിന്ന്, അനേക വംശങ്ങളിൽ നിന്ന്, ഭൂലോകത്തിന്റെ എല്ലാ ഇടങ്ങളിൽ നിന്നും സ്വർഗരാജ്യത്തിലേക്ക് ജനങ്ങൾക്ക് പ്രവേശനം നൽകി നമുക്കും ദൈവം സ്വർഗരാജ്യത്തിലേക്ക് നിത്യ ജീവനിലേക്കുള്ള പ്രവേശനം നൽകി. നമ്മുടെ സ്വന്തം ഗുണം കൊണ്ടല്ല, നമ്മുടെ നന്മകൾ കൊണ്ടല്ല, നമ്മുടെ നല്ല പ്രവൃത്തികൾ കൊണ്ടല്ല, കർത്താവിന്റെ സ്നേഹത്താൽ അവന്റെ കരുണയാൽ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചത് കൊണ്ട് ഇന്ന് രാവിലെ സമയം ധൈര്യത്തോടെ നമുക്ക് സ്വർഗീയ സിംഹാസനത്തിന്റെ അടുത്തേക്ക് കടന്നു ചെല്ലുവാൻ ദൈവം നമുക്ക് അനുവാദം നൽകിയിരിക്കുന്നു. ദൈവം നമുക്ക് പ്രവേശനം നൽകിയിരിക്കുന്നു. ആ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഇന്ന് രാവിലെ സമയം നാം കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നത് തിരുവത്തനത്തോടുള്ള ഹോളി കമ്മ്യൂണിയനോടുള്ള ബന്ധത്തിലാണ്. ഇന്നത്തെ പ്രാർത്ഥനയിൽ നമുക്ക് പല വിധത്തിലുള്ള ആവശ്യങ്ങളൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട്. എങ്കിലും ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ദൈവസന്നിധിയിൽ ശോധന ചെയ്യാം. കർത്താവിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ന്യൂനതകൾ, എന്തെങ്കിലും പ്രയാസങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ, ആഴ്ചകളിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ കർത്താവിന്റെ രക്തത്താൽ ഒരു പ്രാവശ്യം കൂടെ നമ്മെ കഴുകി ശുദ്ധീകരിച്ച് വെടിപ്പാക്കുവാൻ നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ രക്തം സകല പാപത്തെയും മായ്ച്ചു കളയുന്നതാണ്. കർത്താവിന്റെ രക്തം സകല അകൃത്യങ്ങളെയും മായ്ച്ചു കളയുന്നതാണ്. നമ്മുടെ ദോഷങ്ങൾ ദൈവസന്നിധിയിൽ ദൈവം കണക്കെടുന്നില്ല. അവൻ നമ്മോട് സഹതാപം തോന്നുന്ന ദൈവമാണ്. നമ്മുടെ മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ നമ്മോട് സഹതാപം തോന്നുന്ന, നമ്മളോട് അനുകമ്പ തോന്നുന്ന ഒരു മഹാപുരോഹിതനാകുന്നു നമുക്കുള്ളത്. എന്ന പകൽക്കാലം നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി സമയത്ത് ചിലവഴിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ സന്നിധിയിൽ പല വിഷയങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കുവാനുണ്ട്. നമ്മുടെ സഭയിലുള്ള എല്ലാ മെമ്പേഴ്സിനെയും നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് സിസ്റ്റർ സൗഖ്യമില്ലാത്ത ഭവനത്തിലായിരിക്കുന്നു. കർത്താവിന്റെ ദാസന്റെ അഭാവം നമുക്ക് വളരെ മിസ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാമത് വളരെ ദൈവത്തിന്റെ കാര്യം അത്ഭുതകരമായി സൗഖ്യമാക്കുവാൻ കർത്താവിന്റെ ദാസിയെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പ്രിയ വിൽസൺ ഫാമിലി നാട്ടിലേക്ക് അടുത്ത ബുധനാഴ്ച കടന്നു പോകുന്നു. അവരുടെ യാത്രയും നാട്ടിൽ അവർ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന വിവിധ തരത്തിലുള്ള ശുശ്രൂഷകളും ഏറ്റവും അനുഗ്രഹമായി തീരുക. ദൈവം അവരെ ഉപയോഗിക്കുക. ഒരു പ്രയാസവും പ്രതികൂലവും കടന്നു വരാതെ ദൈവത്തിന്റെ ഭദ്രമായ ചിറകടിയിൽ അവർ ദൈവത്താൽ സൂക്ഷിക്കപ്പെടുവാൻ ദൂതന്മാരെ ചെയ്ത് അവരുടെ ശുശ്രൂഷ അനേകർക്ക് പ്രയോജനമായി തീരുവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവകാര്യങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ള വിഷയങ്ങളെ ഒക്കെ ഓർത്ത് പിന്നീട് ഞാൻ പ്രാർത്ഥിച്ചു കൊള്ളാം. ഇന്ന് നമുക്ക് തിരുവത്താഴത്തോടുള്ള ബന്ധത്തിലായിരിക്കുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചുകൊണ്ട് ദൈവസന്നിധി പ്രാർത്ഥിക്കുവാനുള്ള അവസരമാണ്. പ്രാർത്ഥിക്കുവാൻ താല്പര്യമുള്ള എല്ലാവർക്കും പ്രാർത്ഥിക്കുവാനുള്ള സമയം ഇപ്പോഴുണ്ട്. Hallelujah. Thank you, Jesus. Praise the name of the Lord. We thank you, Jesus. Praise God. Praise God. Praise God. Praise God. Hallelujah. Glory, 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 glory. Praise the name of Jesus. Hallelujah. 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 Thank you, Lord. Thank you, Jesus. Praise you, Jesus. Hallelujah. Hallelujah.
കാലം നടക്കുന്ന ശുശ്രൂഷകളെല്ലാം കർത്താവിനെ സകല ഓരോരുത്തരെയും സന്നിധിയിൽ പൂർണ്ണമായി അവിടുന്ന് സകലം അറിയുന്നതിനായി സ്തോത്രം. ഞങ്ങൾ പൂർണ്ണമായ ദൈവരങ്ങൾ താഴ്ത്തി കർത്താവേ വിശ്വസ്തയോടെ നേരോടെ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം സ്തോത്രം. കർത്താവേ ബുധനാഴ്ച യാത്രയിലാകുന്ന കുടുംബത്തെ യാത്രയുടെ ആരംഭം മുതൽ നാട്ടിലായിരിക്കുന്ന സമയത്ത് കർത്താവെ മടങ്ങി വരുന്നവരെയുള്ള കയ്യിലോട്ട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളിലും സാധിക്കുന്നുണ്ടായിരിക്കുമാറാകണമേ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെയും ദൈവം പരിപാലിക്കണമേ സൂക്ഷിക്കണമേ പ്രാർത്ഥിക്കുന്നു. സൗഖ്യമില്ലാതിരിക്കുന്ന പ്രിയ സിസ്റ്ററാനിക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ അങ്ങയുടെ സൗഖ്യമാക്കുന്ന പ്രയാസത്തിൽ നിന്ന് കാലം ഞങ്ങൾ ഒരുമിച്ച് ആരാധിപ്പാൻ പൂർണ്ണമായി കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സകല വേളയ്ക്കായി ജീവൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. അപ്പച്ചാങ്കയുടെ സന്നിധിയിലൂടെയാണ് അങ്ങയുടെ മക്കളായ അടിയങ്ങൾ കർത്താവേ, അങ്ങയുടെ പൊന്നു മുഖത്തേക്ക് പകൽക്കാലം നോക്കുന്ന കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ അടികളായിരിക്കുന്ന കർത്താവേ, അടികളെ ഉള്ള അവസ്ഥ നല്ലവണ്ണം അറിയുന്ന ദൈവമാണല്ലോ കർത്താവേ. അടികളെ കഴുകണമേ, അടികളെ ശുദ്ധീകരിക്കണമേ ഇവത്തെ പോലെ അടികളെ കഴുകണം കർത്താവേ. നിർമ്മല കർത്താവേ, പലപ്പോഴും കർത്താവേ അപേക്ഷിക്കാത്ത തിന്മ അടികളിൽ വന്നു പോയി കർത്താവ് അടികളോട് ക്ഷമിക്കണമേ, പൊറുക്കണമേ പ്രാർത്ഥിക്കുന്നപ്പാ. ദിവസത്തിലായിരിക്കുന്ന അടികളുടെ അവസ്ഥയാണ് കർത്താവേ. ഈ പകൽക്കാലടികളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അത്യുന്നതാങ്കയുടെ അത്യന്ത ശക്തി അടികളിൽ പകരണം കർത്താവേ. ഈ ലോകത്തിലെ സംഭവങ്ങളൊക്കെ കർത്താവേ അടികളുടെ മനസ്സിനെ പലപ്പോഴും തളർത്തുന്നതാ കർത്താവേ. എന്നാൽ എന്റെ അപ്പന്റെ വചനങ്ങളോട് പറയുന്നല്ലോ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ഉറകാല ഹതന നീതന ഹതനാകരെ, എങ്കിലും ധൈര്യപ്പെടുവീ, ഞാൻ ലോകത്തെ ജയിച്ചവനാണെന്ന് രാമന ഹതനാദരെ ഇരാദരെ രഗതേ ഹതനാദരെ. ഈ ദയാളിയായ ദൈവത്തെ പൂർണ്ണമായി ചാരിക്കൊണ്ട് ജീവിപ്പാനുള്ള വലിയ ഉയരത്തിലെ ദൈവകൃപ തന്ന് അടികളെ നടത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അങ്ങയുടെ വരവിനെ ഒരുങ്ങി കാത്തിരിപ്പാൻ യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇന്നത്തെ ഓരോ ശുശ്രൂഷയും അങ്ങയുടെ കാര്യങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഏറ്റവും അനുഗ്രഹമാക്കണമേ. ആരെയും ഓരോ ശുശ്രൂഷയും ചെയ്യുവാൻ ദൈവദാസന്റെ പേര് അത്യന്ത ശക്തി അവിടെ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹോളി കമ്മ്യൂണിനെ പ്രത്യേകം ഓർക്കുന്ന കർത്താവേ. വിശുദ്ധിയോടെ നിന്നത് കർത്താവേ, ഭാഗമാക്കാനുവാനെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അപ്പച്ചാ അനേക അനർത്ഥ സംഭവങ്ങൾ കർത്താവേ ഈ ആഴ്ചക്കാലം നിങ്ങൾ കേട്ടല്ല കർത്താവേ. അനേകം ദുഃഖത്തിലായിരിക്കുന്നല്ല കർത്താവേ, അനേകം നെടുവീർപ്പിലായിരിക്കുന്ന കർത്താവേ, അവരെയൊക്കെ ആശ്വസിപ്പിക്കണമേ ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ രാജ്യത്തെ അങ്ങ് പ്രൊട്ടക്ട് ചെയ്യണേ കർത്താവേ. അനേകം വിഷയങ്ങളെ ഇറങ്ങി പ്രാർത്ഥിക്കുന്ന മക്കളുടെ കർത്താവേ ആവശ്യങ്ങളില് കർത്താവ് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ദൈവസഭയെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓരോ കുടുംബങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ അനുസരിച്ചു വേണ്ടി പ്രാർത്ഥിക്കുന്നു, പ്രസാദത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പൂർണ്ണരോഗസൗഖ്യം കർത്താവേ സഭയായി പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മകൾക്ക് പോലും കൽപ്പിക്കണമേ ഞാൻ പ്രാർത്ഥിക്കുന്നു പിതാവേ. നിങ്ങളുടെ യാത്രയോട് കൂടെ ഇരിക്കണം, ദൈവമേ നിലനിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ ദിവസത്തിൽ ദൈവദാസിനും മഹാനിദാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവം അവരെ അനുഗ്രഹിച്ചാൽ കർത്താവേ ഈ ദിവസങ്ങളിൽ വേണ്ടുന്ന എല്ലാ ഫേവറും കർത്താവേ നിന്റെ മക്കൾ ചെയ്തു കൊടുക്കുന്നതിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേലെ ലാഭനഹതന ധീരനഗതനഹത്തുലാതരെ ഇടമാരഗതനഹത്തുലാതരെ സകലവും സന്തോഷിതമായി ചെയ്യുന്ന ദൈവം ശ്രേഷ്ഠമായി ചെയ്യുന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്ന പിതാവേ. കർത്താവേ ഈ മനസ്സിലെ പദ്ധതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. മാതാവിനെ പിതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എന്നതിനാൽ ആരോഗ്യം കൊടുക്കണമേ. അങ്ങനെ ഒന്നും
സാധിക്കില്ലല്ലോ പിതാവേ. കരം കൂടി ഇരുന്ന് വഴി നടത്തണമേ കർത്താവേ. ഹല്ലേലൂയ. സജീവനായി സ്തോത്രം, വിശ്വസ്തനായി സ്തോത്രം. അവരെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മറ്റു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം ഉള്ള കരങ്ങളിൽ വഹിച്ചു കൊള്ളണമേ കർത്താവേ. വഴികളെല്ലാം ദൈവനാമത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി ജീവിപ്പാനും പ്രവർത്തിപ്പാനും ഉയരത്തിലെ നന്മ തന്നു വഴി നടത്തണമേ. ദൈവകരങ്ങളെല്ലാം ദൈവദാസനെ കുടുംബത്തെ കുറിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവരെ അവിടെ അരികിലേക്ക് സൂക്ഷിക്കുമാറാണ്, അവരുടെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദൈവസഭയെ വളർത്തേണ്ടമേ കർത്താവേ. അനേക ജീവിതങ്ങളെ കുറിച്ച് വരുത്തണം, അത് കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അങ്ങ് വഴികളെ തുറക്കുന്നതിനായിട്ട് നന്ദി. പ്രാർത്ഥന കേട്ടതിനായി നന്ദി ഉണ്ടാകും. ഒരു കുറവും കർത്താവേ പ്രാർത്ഥനയുടെ വിടുതലിന് തടസ്സമാകല്ലേ. ഒരു യേശുവിന്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. മഹാപരിശുദ്ധനായ ദൈവമേ, ശേഷം വീണ്ടും കൊതിച്ചെന്റെ അപ്പച്ചനെ മോശപ്പെടുത്തുവാൻ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന കൃപയ്ക്കാവട്ടെ നന്ദിയോടെ സ്തോത്രം. അനേകർ പലതരത്തിൽ അല്ലെങ്കിൽ ഒരു ദിവസം കൂടെ ആയുഷ്മാനത്തോടെ കണ്ടുവരുവാൻ എന്റെ അപ്പച്ചനെ സ്തുതിപ്പാൻ കൃപയ്ക്കാവട്ടെ നന്ദിയോടെ 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 സ്തുതിക്കുന്നു. ഈ പൂർണ്ണ പ്രദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ഈ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പ, ഈ സഭയെ കർത്താവ് വളർത്തുവാനാകുന്നു. ഈ കർത്താവെ ദേവദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ഒരു കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എവിടെയായാലും എന്റെ കർത്താവിനെ കുടിക്കുവാനാകുന്നു പ്രാർത്ഥിക്കുന്നപ്പ. ഈ സഭയിലെ എല്ലാ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പ, പ്രത്യേകിച്ച് ആനിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പ. പൂർണ്ണമായി സൗഖ്യത്തെ കൽപ്പിക്കുവാനാകുന്നു പ്രാർത്ഥിക്കുന്നു. ഓടുന്ന വചനമായി ചിലമാർക്ക് പോകുന്ന സൗഖ്യം കർത്താവെ അടുത്താഴ്ച കർത്താവെ കണ്ടുവരുവാൻ ദൈവവിടിയാക്കണമേ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ സത്യനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതിനായി കർത്താവെ മക്കളെ ഒരിക്കലും മാതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഞ്ജനയെ കുഞ്ഞുങ്ങളെ മോളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവര് പ്രാർത്ഥിക്കുന്ന പല വിഷയങ്ങളുണ്ടല്ലോ നാഥ, ആ വിഷയത്തിന്മേലെല്ലാം എല്ലാത്തിന്റെ കൃപ കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുവാനാണ് നാമത്തിനൊക്കെ അടികളെ ഓരോ ദിവസവും കർത്താവ് പരിപാലിക്കുന്ന വിധങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു പിതാവേ. അപ്പൊ അടികൾ പ്രാർത്ഥിക്കുന്നു ഓരോ വിഷയം അങ്ങനെ സന്നിധിയിലുണ്ടല്ലോ കർത്താവേ. തിരുമേച്ചടികൾ മുന്നിലുണ്ടല്ലോ കർത്താവേ. അതിന്റെ അടികളെ ഒരുക്കണമേ, അടികളെ ശുദ്ധീകരിക്കണമേ. അവിടുത്തെ തകച്ചോരയാൽ അടികളെ കഴുകി അടികളെ കർത്താവെ കുറവുള്ളവരെ കാണുവാൻ ഇടയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ദൈവമേ നീ അടികളൊക്കെ താവേ അണിയുന്ന ദൈവമാകുന്നല്ലോ കർത്താവേ. കർത്താവെ കുഞ്ഞുങ്ങളാകിലേക്ക് പ്രവർത്തിച്ചിരിക്കുന്നല്ലോ. അതിന്റെ യാത്രയെല്ലാം എന്റെ പത്തിന്റെ കൃപ കൂടിക്കണമേ എന്ന് പ്രാർത്ഥിക്കാനർത്ഥത്തിൽ നാമത്ത് നല്ല അടിയങ്ങളെ ഒരുമിച്ച സമാധാനത്തോടെ വീണ്ടും കടന്നു വരുവാനും ദൈവത്തെ ആരാധിക്കാനൊക്കെ എന്റെ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബമായ എല്ലാവരെയും കർത്താവ് സഹായിച്ചായിട്ട് കൃപയിൽ അടികളെ ഓരോ ദിവസവും എന്റെ അപ്പച്ചൻ പൊതിഞ്ഞാട്ട് നാഥ മാനവമഹത്വം എടുത്താട്ട് സകല വേശിന്റെ നാമത്തിൽ താഴ്മ യാചിക്കുന്നു, കൃപയോട് കേൾക്കുമല്ലോ. എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് 96-ാമത്തെ സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിക്കാം. Psalms 96. വാഴ്ത്തുക നീ മാനവേ സകല ഉപവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് പാടുവീൻ. ജാതികളുടെ ഇടയിൽ അവന്റെ മഹത്വവും സകല വംശങ്ങളുടെയും ഇടയിൽ അവന്റെ അത്ഭുതങ്ങളും വിവരിപ്പീൻ. ജാതികളുടെ ദേവന്മാരൊക്കെയും മിഥ്യാമൂർത്തികളത്രേ, യഹോവയോ ആകാശത്തെ ഉണ്ടാക്കിയിരിക്കുന്നു. ജാതികളുടെ കുലങ്ങളെ യഹോവയ്ക്ക് കൊടുപ്പീൻ, മഹത്വവും ബലവും യഹോവയ്ക്ക് കൊടുപ്പീൻ. വിശുദ്ധ വസ്ത്രാലങ്കാരത്തോട് യഹോവയെ നമസ്കരിപ്പീൻ. സകല ഉപവാസികളുമായുള്ളവരെ അവന്റെ മുൻപിൽ നടുങ്ങുവീൻ. ആകാശം സന്തോഷിക്കുകയും ഭൂമി ആനന്ദിക്കുകയും
സമുദ്രവും അതിന്റെ നിറവും മുഴങ്ങുകയും ചെയ്യട്ടെ. നമുക്ക് ചേർന്ന് വായിക്കാം. യഹോവയുടെ സന്നദ്ധിയിൽ തന്നെ അവൻ വരുന്നുവല്ലോ, അവൻ ഭൂമിയെ വിധിപ്പാൻ വരുന്നു. അവൻ ഭൂലോകത്തെ നീതിയോടും ജാതികളെ വിശ്വസ്തയോടും കൂടെ വിധിക്കും. നമ്മുടെ വിശുദ്ധകരങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി നമ്മുടെ രാജാവിനെ നമുക്കൊരു പ്രാവശ്യങ്ങളെ സ്തുതിക്കാം. ഹല്ലേലൂയ. We thank you, Lord. ഹല്ലേലൂയ. പക്ഷപാതമില്ലാതെ, മുഖം നോക്കാതെ, മറ്റ് യാതൊരു ക്രൈറ്റീരിയയും നോക്കാതെ ഉള്ളതുപോലെ വിധിക്കുന്ന ഒരു ദൈവം നമ്മുടെ രക്ഷിതാവാകുന്നത് കൊണ്ട് കർത്താവേ, ഇന്ന് ഞങ്ങൾ വീണ്ടും തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് ഞങ്ങളുടെ രക്ഷിതാവാകുന്നത് കൊണ്ട് സ്തോത്രം. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി കരുതുന്നത് കൊണ്ട് ഞങ്ങൾ തിരുവേനിയെ സ്തുതിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. Please be seated in the presence of God. നാം സാധാരണ ചെയ്യുന്നത് പോലെ ഈ ആഴ്ചയിൽ നമുക്ക് ബർത്ത്ഡേ, ആനിവേഴ്സറി ഇതൊന്നുമില്ല. But I want to welcome all of you in the presence of God. Last week was a very horrible week in Philadelphia and was it Washington? There were horrible experiences. So many people have lost their life and so many people are sad. We need to remember them in our prayer. And I know the Lord has given us safety and security in the hands of God. You don't have to travel anywhere to get in trouble. It will come in your backyard. It will fall down like in a big firestorm. But the safety is in the hands of God. And we thank God for all that He has done for us. So today we are in the presence of God with the Lord's Supper. We will do the Lord's Supper in the beginning. And so that way we will make sure we have enough time to do the Lord's Supper. We won't rush anything. And so let us right away get into the ministry of the Lord's Supper. Hallelujah. All the aspect of the ministry in the church is important. Prayer, song, psalms reading, and all the ministries in the church are very important. But this moment is very important. This is the most important part of our worship service. When we come before the Holy Communion on the Lord's table, we call it different things. Some call it the Lord's Supper, some call it the Holy Communion, some call it the Lord's table. It doesn't matter what we call it. This reminds us a few things. So before we participate in the communion, I just wanted to remind a few things. Whatever I remind you today is something that I have reminded you in the past. So in the Christian ministry, there is a lot of repetition. Just like we are in a highway, you see 75 posted there. Not that we don't know that speed limit is 75, but reminders are always there. Reminders are to help us to remember what are the important things, what are the rules we have to follow on the highways. So Jesus Christ instituted only 2 ordinances for the Christian church to follow. And some churches have 7. And so many people have different type of emphasis in their ministry with their Holy Communion. Some churches believe that when you actually participate in the Lord's Supper, this actually turn into the blood and the body of Christ. And we don't believe that. So when we come to the Lord's Supper and the Holy Communion, this reminds us, Apostle Paul tells us this verse, "For as often as you eat this bread and drink this cup, you proclaim the Lord's death till He comes." അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കും. ഇന്ന് നാം ഈ ടേബിളിൽ കടന്നു വരുമ്പോൾ
we remember the Lord's death on our behalf. Christ have died for us. That is what we remember. We remember the suffering he went through on the cross, and all the beating that he has taken, all the abuses, all the pain that he bore in his body to give us freedom from sin, to redeem us, to give us eternal life. We remember that. That is what we have to remember. Then we also have to remember that this is not just the Lord's table we just routinely participate in. We don't want anything to become a routine to us. Sometimes that is a problem when we do things every certain frequency, then it becomes a routine. We don't want the Holy Communion to be a routine to us. We come before the table with reverence in our heart, with fear in our heart, knowing that this is also a spiritual nourishment to us. Just like food is nourishing, helping us to live healthy lives. In order for us to be healthy Christians, healthy spiritual believers, we have to participate in the Lord's Supper. Jesus Christ have said, I will read this in Malayalam. Jesus Christ said this. യേശു അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവൻ ഇല്ല. This is the ജീവൻ തരുന്ന പുതിയ മന്ന. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനാണ്. That is giving us our spiritual nourishment. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. എന്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എന്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഒരു സോഴ്സാണ്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഇത് ആകുന്നു. പിതാക്കന്മാർ തിന്നുകയും മരിക്കുകയും ചെയ്തതുപോലെ അല്ല, ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. Hallelujah. This gives us spiritual nourishment to us. നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്ന് ഒന്നും ഒരു റൂട്ടീനായിട്ട് പോകരുത്. നമുക്ക് നമ്മുടെ ഉള്ളിൽ ജീവനുണ്ടോ എന്നറിയുന്നത്, നമ്മൾ ഫിസിക്കലി നമുക്ക് ജീവനുണ്ടോ എന്ന് നമുക്കറിയാം. We are breathing and that shows we are alive. How do we know that we are spiritually alive? Through the participation in the ministries of the church and through our participation on the Lord's table, by keeping our life pure and holy in the presence of God. And നാം ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോൾ നാം ഓർക്കുന്നത് നാം ഒറ്റയ്ക്കല്ല, നാം ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവരല്ല, നാം ഒരു വലിയ സമൂഹത്തിന്റെ ഭാഗമാണ്, വലിയ ഒരു സമൂഹത്തിന്റെ ഒരു ഭാഗമാണ്. അവരോടുള്ള നമ്മുടെ യൂണിറ്റി വിത്ത് ദ ബിലീവേഴ്സ്. നമ്മൾ ഒരിക്കലും നമ്മുടെ സിയോൻ യാത്ര ഒറ്റയ്ക്കല്ല പോകുന്നത്. സാക്ഷികൾ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതോട് നാം ഒറ്റയ്ക്കല്ല യാത്ര ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങളെ ഓർക്കുന്നത് എന്താണ്? കഴിഞ്ഞ ഒരു പ്രാവശ്യം ഞാൻ ഇത് പറഞ്ഞതാണ്. നാം കർത്താവിന്റെ സന്നദ്ധിയിൽ തിരുമേശയുമായിട്ടുള്ള ബന്ധത്തിൽ കടന്നു വരുമ്പോൾ നാം ഓർക്കുന്നത് നാം കർത്താവിന്റെ സന്നദ്ധിയിലാണ്. We are in a spiritual presence. Nothing turned into the wine, and the wine doesn't turn into the blood, and the bread doesn't turn into the wine. But the spiritual presence of the Lord is here. We remember that He died for us. We remember that we have eternal life because of Him. Because through the death of Jesus Christ on the cross of Calvary, we have eternal life. We remember that we are united with all the other believers in the world. The church. The church is defined in many ways. The local church is the body of a group of people gathering in one place. But that is not the church. That is the church of Jesus Christ. But that is not the only church of Jesus Christ.
that everyone who accepted Jesus Christ as their Lord and Savior, and who have separated themselves from the world, and who are declaring that the Lord is their Savior in their life, that group is a universal church. And we are part of that universal church. We are united with them. We also remember that Christ loves us. What a beautiful thought that is, that in a world where people are looking for love, people are ending up in wrong companies because they're looking for love, they end up in the wrong places and their life is messed up. But today we can remember that the maker of the universe, the creator of the entire universe loves us. What a beautiful thought that is. That love is abiding in our life. That we also remember that we believe in Christ. Our faith is in Christ. Our faith is not in the world. Our faith is not in what we can see. Our faith is in what we cannot see. Nobody has seen Christ. Nobody has seen God with their physical eyes, but we believe that there is a God and that God is sufficient for us. So this morning, as we participate in the Lord's Supper, this is what we remember. God is with us. In the Emmanuel, God is with us. And we are participating in that Lord's Supper because through the death of Jesus Christ on the cross, our sins are washed away. We are redeemed. We are not sinners. We are saints. We are the saints of God. Let me read a few scripture from the book of Corinthians, 1 Corinthians 11. And as we read this scripture, let us examine ourselves. And after I read this scripture, I will pass these elements to all of you, and then momentarily we will participate in the Lord's Supper. So these are the moments that we take a closer look in our life. Not that we are sinners, not saying that we have done something drastically wrong, but it doesn't matter how good we are, we still can humble ourselves in the Lord's presence. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്തു സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്തു, ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായ അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാൻ ഞാൻ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. കഴിഞ്ഞ നമ്മളെല്ലാവരും ഇത് അറിയാവുന്നവരാണ്. നമുക്ക് കർത്താവിന്റെ മേശയിൽ പങ്കെടുക്കുവാൻ നമ്മെ യോഗ്യരാക്കുന്നത് നാം കർത്താവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവരാണ്, നാം രക്ഷിക്കപ്പെട്ടവരാണ്, സ്നാനപ്പെട്ടവരാണ്, വിശുദ്ധ ജീവിതം ചെയ്യുന്നവരാണ്. നമുക്ക് ഈ മേശയിൽ പങ്കെടുക്കുവാനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിക്കാം. കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം. ദൈവത്തിൻ്റെ ഏകപുത്രൻ പാപിയെ രക്ഷിപ്പാൻ, ദൈവത്തിൻ്റെ ഏകപുത്രൻ പാപിയെ രക്ഷിപ്പാൻ, മനുഷ്യരാ പാടുപെട്ടു കുരിശിന്മേൽ
നന്മ കണ്ടു നീ രക്ഷകനാ. പാപികളും ദോഷികളുമായ നരവർഗ്ഗത്തെ, പാപികളും ദോഷികളും ആയ നരവർഗ്ഗത്തെ വീണ്ടെടുപ്പാൻ എത്ര കഷ്ടം സഹിച്ചു നീ ശാന്തമായി. വീണ്ടെടുപ്പാൻ എത്ര കഷ്ടം സഹിച്ചു നീ ശാന്തമായി. എത്ര സ്നേഹം, എത്ര സ്നേഹം, എത്ര സ്നേഹം മേരിവാ. എത്ര സ്നേഹം, എത്ര സ്നേഹം, എത്ര സ്നേഹം മേരിവാ. മനുഷ്യരിൽ എന്തു നന്മ കണ്ടു നീ രക്ഷകനാ. മനുഷ്യരിൽ എന്തു നന്മ കണ്ടു നീ രക്ഷകനാ. നിർമ്മലന്മാർ പൂജിക്കുന്ന പരലോക അപ്പം താൻ. നിർമ്മലന്മാർ പൂജിക്കുന്ന പരലോക അപ്പം താൻ. പാപികൾക്കു ജീവൻ നൽകി രക്ഷിക്കും നീ രക്ഷകൻ. പാപികൾക്കു ജീവൻ നൽകി രക്ഷിക്കും നീ രക്ഷകൻ. ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം മേരിവാ. ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം മേരിവാ. മനുഷ്യരിൽ എന്തു നന്മ കണ്ടു നീ രക്ഷകനാ. മനുഷ്യരിൽ എന്തു നന്മ കണ്ടു നീ രക്ഷകനാ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തെ നമുക്കൊരു പ്രാവശ്യം കൂടെ തിരിഞ്ഞു നോക്കാം. നമ്മെ ഇത്രത്തോളം സ്നേഹിക്കുന്ന ഒരു ദൈവം, നമ്മുടെ പാവങ്ങളെ കണക്കിടാതെ, നമ്മുടെ ദോഷങ്ങളെ കണക്കിടാതെ, നമ്മൾ സ്വർഗരാജ്യത്തിന് അന്യരും പരദേശികളുമായിരുന്നപ്പോൾ അവൻ നമ്മെ തേടി വന്ന സ്നേഹം. ഹല്ലേലൂയ. നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ട് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ തിരുമേശിയോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ കടന്നു വരുന്നു. കർത്താവേ, ഞങ്ങൾ പാപികളായിരുന്നു, ഞങ്ങൾ ദോഷികളായിരുന്നു. ദൈവത്തിന് ഞങ്ങളോട് ദയ തോന്നുവാൻ ഒരർഹതയുമില്ലാത്തവരായിരുന്നു. എന്നാൽ അവിടുന്ന് ഞങ്ങളോട് സ്നേഹം തോന്നി. ഞങ്ങൾ ആദ്യമേ ദൈവത്തെ സ്നേഹിച്ചതല്ല, അവിടുന്ന് ഞങ്ങളെ ആദ്യമേ സ്നേഹിച്ച് അവിടുത്തെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് ഞങ്ങളുടെ പാപങ്ങൾക്കും ഞങ്ങളുടെ ദോഷങ്ങൾക്കും പരിഹാരം വരുത്തുവാൻ, ഞങ്ങളുടെ ശാപങ്ങളെ അകറ്റുവാൻ കർത്താവിന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് കാൽവരി ക്രൂശിൽ അവസാനത്തെ തുള്ളി രക്തം വരെ ഞങ്ങൾക്ക് വേണ്ടി ഊറ്റി തന്ന് ശാരീരികമായ പീഡകളേറ്റ് ഞങ്ങൾ അനുഭവിക്കേണ്ട വേദനകളേറ്റ്
ഓ ഹല്ലേലൂയ, ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ ആത്മരക്ഷകരെ ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങൾ ഈ മേശയിൽ പങ്കെടുക്കുമ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ ശുദ്ധിയുള്ള ജീവിതത്തോട്, വിശുദ്ധമായ ജീവിതത്തോട് കടന്നു വരുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചിരിക്കുന്നതുകൊണ്ട് സ്തോത്രം. ഈ മേശയിൽ പങ്കെടുക്കുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണമേ. കർത്താവിന്റെ സന്നിധിയിൽ ഈ വീഞ്ഞ പദാർത്ഥങ്ങളെ കർത്താവിന്റെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ഇതിനെ അനുഗ്രഹിച്ച് വാഴ്ത്തി തരണമേ. പ്രാർത്ഥന കേട്ടത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ഇപ്പോൾ ഈ മേശയിൽ പങ്കെടുക്കാം. നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ട് നമ്മളത് റിപ്പീറ്റ് ചെയ്യണമെന്ന് ആവശ്യമില്ല. അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് എന്റെ ശരീരം എന്ന് പറഞ്ഞു. Now let us take and eat the bread. Hallelujah. Thank you, Jesus. Praise you, God. Praise you, Jesus. Thank you, Lord. Thank you, Jesus. Praise God. പിന്നെ പാനപാത്രം എടുത്തു, സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എന്റെ രക്തം എന്ന് പറഞ്ഞു. Now let us take the cup and drink from it. Hallelujah. Thank you, Jesus. We praise the name of God. Hallelujah, hallelujah, hallelujah. Praise you, Jesus. Glorify your name, of Jesus. In the name of Jesus. Victory in the blood of Jesus. Hallelujah, hallelujah. Oh, we glorify you. Thank you for blessing this service. Hallelujah. നാം ഈ മേശമേൽ നോക്കുമ്പോൾ വീണ്ടും ഇവിടെ പദാർത്ഥങ്ങൾ ശേഷിച്ചിരിക്കുന്നു. നമ്മൾക്ക് ദൈവം ഒരു ഓബ്ലിഗേഷൻ തന്നിട്ടുണ്ട്, ഒരു ഉത്തരവാദിത്വം തന്നിട്ടുണ്ട്. മറ്റുള്ളവരുടെ അടുക്കൽ സുവിശേഷമായി എത്തിച്ചേരുവാൻ നമുക്ക് ഈ സമയം നമ്മുടെ ജീവിതങ്ങളിൽ ഒരു പ്രാവശ്യം കൂടെ സമർപ്പിക്കാം. പ്രത്യേകിച്ച് സുവിശേഷവുമായി ഇന്ത്യയിലേക്ക് ഈ ആഴ്ചയിൽ കടന്നു പോകുന്ന പ്രിയ വിൽസൺ ബ്രദറും ഡോക്ടർ മിനി കുര്യൻ, അവരും എല്ലാവരും സുവിശേഷവുമായിട്ട് കടന്നു പോകുമ്പോൾ ചില ആത്മാക്കൾ ദൈവരാജ്യത്തിലേക്ക് ചേരുവാൻ, അവരുടെ പ്രവർത്തന മുഖാന്തരമായി തീരുവാൻ, ദൈവം ഉപയോഗിക്കുവാൻ നമുക്ക് ദൈവകരങ്ങളിൽ അവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഞാനൊരു സ്ക്രിപ്ചർ വായിക്കുന്നു. അത് വായിച്ചു കഴിയുമ്പോൾ നമ്മളൊരു ചെറിയ പാട്ട് 1-2 സ്റ്റാൻസസ് പാടും. അത് കഴിഞ്ഞിട്ട് വിൽസൺ പ്രാർത്ഥിച്ച് ഈ ലോർഡ് സപ്പറിന്റെ ശുശ്രൂഷ അവസാനിപ്പിക്കും. 1 തെസ്സലോനിയൻസ് 5:23 മുതൽ 26 വരെ. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസനാകുന്നു, അവൻ അത് നിവർത്തിക്കും. സഹോദരന്മാരെയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സകല സഹോദരന്മാരെയും വിശുദ്ധ ചുംബനത്താൽ വന്ദനം ചെയ്യുകയും. We will shake the hand. We won't do the വിശുദ്ധ ചുംബനം, but we will go around and shake the hand. ഞാൻ ഈ പാട്ട് നമുക്കറിയാവുന്ന ഒരു പാട്ടാണ്, കർത്തൃഹാകളം യുഗാന്ത്യത്തിൽ. Let us sing that and then we will shake the hand and then afterward we will close this in prayer. കർത്തൃഹാകളം യുഗാന്ത്യകാലത്തിൽ Praise God. Hallelujah. We'll sing it. We'll sing it. So, all the lines. Praise the name of Jesus. Hallelujah. 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 കർത്തൃഹാകളം യുഗാന്ത്യകാലത്തിൽ
കർത്താവേ ആകാശമപ്പുറം കൂടിയിടുമ്പോൾ പേർ വിളിക്കും നേരം കാണുമെൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണുമെൻ പേരും. ഹല്ലേലൂയ. പരിശുദ്ധനും നീതിമാനുമായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, നന്ദിയുള്ള ഹൃദയത്തോട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, പ്രേക്ഷിക്കുന്നു. ഈ നല്ല പ്രഭാതം, ഈ ഉയർപ്പിൻ പ്രഭാതം ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വന്ന് കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ, അങ്ങേ പാടി സ്തുതിപ്പാൻ, ഞങ്ങളുടെ തിരുവനന്തപുരത്ത് നിന്ന് കർത്താവേ കേൾക്കുവാൻ, ഞങ്ങളെ കർത്താവെ സ്വയം കണ്ടുതരുവാനൊക്കെയും ഈ പ്രഭാതവും ഞങ്ങൾക്ക് ഇടയാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, തിരുമേശയിൽ നിന്ന് ഭാഗവാക്കാകുവാൻ ഈ രാവിലെയും കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തി. ഞങ്ങളുടെ വരവ് താമസിച്ചതുകൊണ്ട് ഒരു പ്രഭാതം കൂടെ, ഒരു ഉയർന്ന പ്രഭാതം കൂടെ ആ മേശയിൽ പങ്കെടുക്കുവാൻ കർത്താവേ ഞങ്ങൾക്ക് തന്നതിനായി നന്ദിയോടെ ഞങ്ങളെ ശിക്ഷാവിധിക്കും കുറ്റത്തിനുമായി തീരില്ലേ കർത്താവേ. ഈ ഭൂമിയുടെ പ്രദേശത്ത് അനേക ആയിരങ്ങള് കർത്താവെ സത്യം അറിയാതെ ആയിരിക്കുമ്പോൾ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മേശമേൽ അപ്പാവീഞ്ഞങ്ങൾ ശേഷിക്കുകയാണ്. കർത്താവെ, വരും ദിവസങ്ങളില് കർത്താവിന്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ ഈ സിറ്റിയിൽ നിന്ന് അനേകര് വന്ന് സ്നാനപ്പെട്ട് അങ്ങേ ജനത്തിൽ സ്വീകരിച്ച് ഈ മേശയിൽ ഭാഗമാക്കുവാൻ തക്കവണ്ണം സ്വർഗമേ അവിടുന്ന് ഞങ്ങൾക്ക് കൃപ തരണം. ഞങ്ങളാവോളം കർത്താവെ അതിനു വേണ്ടി പ്രവർത്തിപ്പാനിടയാകണം. കർത്താവിനെ അശുശ്രൂഷ നിർവഹിപ്പാൻ തക്കവണ്ണം ദേവദാസനെ നീ ബലപ്പെടുത്തി ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇത് ഞങ്ങളുടെ രോഗസൗഖ്യമാണ്. ഞങ്ങൾക്ക് വേണ്ടി നൽകപ്പെട്ട വലിയ കർത്താവേ ആ ശരീരത്തെയും ഞങ്ങൾക്ക് വേണ്ടി ഒഴിക്കപ്പെട്ടതായ ആ രക്തത്തെ രാവിലെ വീണ്ടും ഓർക്കുകയാണ്. കർത്താവെ, നീതിമാനായിരുന്നപ്പോൾ തന്നെ അടിയങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി അവസാനത്തെ രക്തം പോലും ഞങ്ങൾക്ക് വേണ്ടി ചൊല്ലിയ ആ വലിയവനായ ദൈവത്തെ രാവിലെ ഞങ്ങൾ ഒരിക്കൽ കൂടി കാണുന്നു. ദൈവമേ, ഞങ്ങളാരും നഷ്ടപ്പെട്ടു പോകാതെ തീർത്ത് കാണണം. ആ നിത്യത ഞങ്ങൾക്ക് അനേകരെ നിത്യതയിൽ കൊണ്ടുപോകുവാൻ തക്കവണ്ണം ഞങ്ങളാവോളം പ്രവർത്തിപ്പാനിടയാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവരുടെ മക്കളെയും ഈ അവിടെ ധാരാളമായി അനുഗ്രഹിക്കണം. ശുശ്രൂഷ അനുഗ്രഹിക്കണം. ഞങ്ങളെ പുതിയ പ്രാർത്ഥനകൾ യേശുവിൻ നാമത്തിൽ തന്നെ. Amen. Hallelujah. We are going to take the offering, and I think Brother David is singing the offering song. സാധുവെന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു. സാധുവെന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു. അന്ത്യത്തോളം ചിറകടിയിൽ അവൻ കാത്തിടും
കുഞ്ഞുങ്ങളായ ആവശ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നാം ഓർക്കുന്ന ആവശ്യങ്ങളെ ദൈവത്തിന്റെ സന്നിധിയിൽ ഏൽപ്പിക്കാം. കർത്താവേ, ഇന്ന് ഞങ്ങൾക്ക് ദൈവസന്നിധിയിൽ കടന്നു വന്നു കർത്താവിന്റെ മേശയിൽ ഭാഗവാക്കാകുവാൻ കർത്താവ് ഞങ്ങൾക്ക് നൽകിയ അവസരത്തിനും അതിനുള്ള പ്രാഗൽഭ്യത്തിനും പ്രത്യാശയ്ക്കുമായും ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, ഈ തിരുമേശയിൽ പങ്കെടുത്ത എല്ലാവരെയും അവിടുത്തെ ദിവ്യ സമാധാനത്താൽ, അവിടുത്തെ ദിവ്യ അനുഗ്രഹത്താൽ അവിടുന്ന് നിറച്ചുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുഷ്ടൻ കാണാതെ ദൈവത്തിന്റെ കരങ്ങളിൽ എല്ലാവരെയും കർത്താവ് സൂക്ഷിക്കണമേ. ദൈവകരങ്ങളിൽ അവരെ ഭദ്രമായി സൂക്ഷിക്കുന്നതിനാൽ നന്ദിയോട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ സഭയെ ഞങ്ങൾ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഇവിടെയുള്ള ഓരോ അംഗങ്ങളെയും ഞങ്ങൾ തിരുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഈ കുടുംബത്തെ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവേ, നിന്റെ മക്കൾ വളരെ അധികം ദൈവസഭയ്ക്ക് വേണ്ടി, കർത്താവിന്റെ പ്രവൃത്തിക്ക് വേണ്ടി അവരാലാകുന്നോളമുള്ള കാര്യങ്ങൾ ചെയ്ത് അവർ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളെയും സ്വർഗം മാനിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഒരു ആവശ്യത്തിനോ ഒരു ബുദ്ധിമുട്ടോ ഒന്നും തന്നെ കടന്നു വരാതെ ദൈവത്തിന്റെ സമൃദ്ധിയായ അനുഗ്രഹം ഈ ഭവനത്തിൽ വസിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയ അച്ചായനെ ഞങ്ങൾ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രിയ അമ്മച്ചിയെ ഞങ്ങൾ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നിന്റെ മക്കളുടെ വാർദ്ധക്യ സമയത്ത് കർത്താവിന്റെ പ്രത്യേകമായ സഹായം, അനുഗ്രഹം, ദൈവികമായ കൃപകൾ അവരുടെ ജീവിതത്തിൽ വസിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യം, ബലവും ദീർഘായുസ്സും ഒക്കെ ദൈവത്തിന്റെ ദാനമാകുന്നത് കൊണ്ട് ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങൾ പ്രിയ സജീവതന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസൻ കഴിഞ്ഞ ദീർഘവർഷങ്ങൾ കർത്താവെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളൊക്കെ അനുഭവിച്ച് കർത്താവെ ഈ നാടുകളിൽ ദൈവം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആരോഗ്യത്തിന് മുഴുവനുമായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ, അതുപോലെ പ്രിയാസിസ് ബിന്ദുവിനെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നിന്റെ ദാസിയുടെ ശാരീരികമായ എല്ലാ ബലഹീനതകളെയും കർത്താവ് അകറ്റണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം തന്നെ കർത്താവെ, അവിടുത്തെ കരം, അത്ഭുതകരമായ കരം സ്പർശിച്ച് കർത്താവെ ശാരീരികമായി ആരോഗ്യം കൊടുത്ത് എല്ലാ ബലഹീനതകളെ അകറ്റി ദൈവസന്നിധിയിലും മനുഷ്യരുടെ ഇടയിലും ആരോഗ്യത്തോടെ ദീർഘായുസ്സോടുകൂടി ജീവിക്കുവാൻ നിന്റെ ദാസ്യ ദൈവം സഹായിക്കണമേ. അതിനായി ദൈവത്തിന്റെ കരം സ്പർശിച്ചിരിക്കുന്നുകൊണ്ട് ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ മോളെ ഞങ്ങൾ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രിയമായതിന്റെ ചെറിയ പ്രായത്തിൽ തന്നെ കർത്താവിന് വേണ്ടിയുള്ള എല്ലാ ശുശ്രൂഷയ്ക്കായും സ്തോത്രം. ആരോഗ്യം കൊടുക്കണമേ കർത്താവേ, ബലം കൊടുക്കണമേ, ബുദ്ധി, ജ്ഞാനം ഒക്കെ കർത്താവ് കൊടുക്കണമേ. ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കുവാൻ ദൈവം സഹായിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് പകൽക്കാലം സിസ്റ്റാനിപ്പിച്ചു ഞങ്ങളോടൊപ്പം കടന്നു വരുവാൻ കഴിഞ്ഞില്ല. ശാരീരികമായ ബലഹീനതകൾ നിമിത്തം ഭവനത്തിലായിരിക്കുന്നവരോ കർത്താവേ, ഇതേ നിമിഷം തന്നെ, ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം തന്നെ അവിടുത്തെ കരം സ്പർശിച്ച് പൂർണ്ണമായി ഒരു വിടുതൽ പ്രിയ പ്രസാദ് ബ്രദറിനും ആന സിസ്റ്ററിനും അവിടെ അത്ഭുതകരമായ ഒരു വിടുതൽ കൊടുക്കും എന്ന് ഞങ്ങൾ അറിയുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ഒരു ദാനമായി കൊടുത്ത മക്കൾ, പിന്നെ ബ്രദറും മോളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കുടുംബമായി എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ ദൈവം അറിയുന്നു. എല്ലാ ആവശ്യങ്ങൾക്കും ദൈവം പരിഹാരം വരുത്തേണം. കർത്താവെ, ഞങ്ങൾ പ്രിയ വിൽസൺ ബ്രദറിനെയും മിനിസിസ്റ്ററിനെയും പ്രിയ അമ്മച്ചിയെയും അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവെ, നിന്റെ മക്കൾ ദൈവത്തിൽ ആശ്രയിച്ച് നാട്ടിലേക്ക് കടന്നു പോകുവാൻ തീരുമാനിച്ച് അതിനുവേണ്ടി ഉള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചിരിക്കുന്നു. കർത്താവെ, അടുത്ത ബുധനാഴ്ച അവരുടെ ഭവനത്തിൽ നിന്ന് അവർ യാത്ര തിരിക്കുന്ന നിമിഷം മുതൽ അവർ സൗഖ്യത്തോട് അവർ എത്തിച്ചേരുന്നതായ സ്ഥലത്ത് എത്തിച്ചേരുന്ന സമയം വരെയും അവർ സഞ്ചരിക്കുന്ന ഓരോ വാഹനങ്ങളിലും അവരായിരിക്കുന്ന എല്ലാ ഇടങ്ങളിലും സ്വർഗത്തിലെ ദൂതന്മാരുടെ കാവലും പരിപാലനവും അവർക്ക് ചുറ്റുമുണ്ടായിരിക്കണമേ. ഒരു ആപത്തും അനർത്ഥവും കൂടാതെ അവർ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാൻ ദൈവം അവരെ സഹായിക്കുവാൻ പോകുന്നത് കൊണ്ട് ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. അവർ പോയി
അവർ ചെയ്യുവാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് സന്തോഷത്തോട് സമാധാനത്തോട് അവർ മടങ്ങി അവരുടെ ഭവനത്തിൽ എത്തിച്ചേരുന്ന നിമിഷം വരെയും അവരായിരിക്കുന്ന ഓരോ ഇടങ്ങളിലും അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളിലും ദൈവത്തിന്റെ പ്രത്യേകമായ അഭിഷേകം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പ്രത്യേകിച്ച് അവർ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ദൈവമേ അവിടുത്തെ പരിശുദ്ധാത്മാവ് അവരുടെ നാവിന്മേൽ അവർ സംസാരിക്കേണ്ടുന്ന വചനങ്ങളെ കൊടുക്കണമേ. അത് കേൾക്കുന്ന വ്യക്തികളുടെ ഹൃദയങ്ങൾ ദുരിതയായുടെ ഹൃദയം തുറക്കപ്പെട്ടതുപോലെ അവരുടെ പ്രവർത്തന മുഖാന്തരം ചില ജീവിതങ്ങൾ തുറക്കപ്പെടുവാൻ, ചില വ്യക്തികൾ കർത്താവിലേക്ക് കടന്നു വരുവാൻ ദൈവം അത് മുഖാന്തരമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്കെതിരായി ഒരു ശബ്ദം ഉയരാതെ, ഒരു വ്യക്തി അവർക്കെതിരായി തീരാതെ ദൈവം തന്നെ സകലത്തെയും നിയന്ത്രിച്ചു കൊള്ളണമേ. കർത്താവിന്റെ കാര്യങ്ങളിൽ ഞങ്ങൾ അവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ മക്കൾക്ക് വേണ്ടി, ആശ്രയ്ക്ക് വേണ്ടി, ആയുഷിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രിയ കുഞ്ഞുങ്ങളെ അവിടുത്തെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവം അവരെ സഹായിക്കണമേ. പ്രിയ ജസ്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ജോലി നിമിത്തം ആരാധനയ്ക്ക് കടന്നു വരുവാൻ കഴിഞ്ഞില്ല. ആയിരിക്കുന്ന ഇടത്ത് ദൈവത്തിന്റെ പ്രത്യേകമായ കൃപ പ്രിയ മകന്റെ പേരുണ്ടാകണം. കർത്താവ് വിദ്യാഭ്യാസത്തിലും ജീവിതത്തിലും ദൈവത്തോട് ചേർന്ന് നടക്കുവാനും വളരെ വിജയം പ്രാപിക്കുവാനും ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങൾ പ്രിയ ഡേവിഡിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഡാനിയൽ ജോണിനെയും കർത്താവ് പ്രിയ ആ കുടുംബത്തെ, അവരുടെ കുഞ്ഞുങ്ങളെ, ഭാര്യയെ, കുഞ്ഞുങ്ങളെ ഞങ്ങൾ അവരുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവർ കർത്താവ് പ്രിയ ഗബ്രിയലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ അവരെ തിരുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ അവരുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ എന്ത് എന്ന് ഞാൻ അറിയുന്നില്ല. എന്ത് സാഹചര്യങ്ങളായിരുന്നാലും കർത്താവെ, സകലവിധമായ സാഹചര്യങ്ങളുടെ മീതെയും ആധിപത്യമുള്ള ദൈവത്തിന്റെ കരം അവരുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച് കർത്താവെ അവർ ദൈവത്തിന് പ്രസാദമുള്ളവരായി ജീവിക്കുകയും ജീവിതത്തെ അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുവാൻ ഞങ്ങൾ അവരെ തിരുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കഴിഞ്ഞ ആഴ്ചകളിൽ കർത്താവെ, ഞങ്ങൾ രോഗികളായ ചിലർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവം അവരെ സൗഖ്യമാക്കുന്നതിനാൽ ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. പ്രിയ പാസ്റ്റർ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയ സിസ്റ്റർ സുമിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൊടുത്ത എല്ലാ വിടുതലിനായും സ്തോത്രം. പാസ്റ്റർ സാഹുട്ടിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അനേകർ, ഞങ്ങൾ പേര് പറയാത്ത അനേകർ, ഞങ്ങൾക്ക് അറിയാൻ വയ്യാത്ത അനേകർ രോഗങ്ങളാൽ സാരങ്ങളാൽ കഷ്ടപ്പെടുമ്പോൾ ദൈവത്തിന്റെ ആശ്വസിപ്പിക്കുന്ന സൗഖ്യമാകുന്ന കരം അവരെ തൊട്ട് സൗഖ്യമാക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, സുവിശേഷ പ്രവർത്തന മുഖാന്തരം ജയിലിലൊക്കെ ആയിരിക്കുന്ന അനേകരുണ്ട്. കർത്താവേ, അനേക പ്രതികൂലങ്ങൾ അനുഭവിക്കുന്ന അനേകരുണ്ട്. ദൈവം അവരെയൊക്കെ കണ്ട് അവരുടെ സാഹചര്യങ്ങൾക്ക് മാറ്റം വരുത്തണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പുതുതായി ഞങ്ങൾ ആരംഭിക്കുന്ന വെനസ്ഡേ നൈറ്റിലെ മീറ്റിങ്ങിനെ കർത്താവ് അനുഗ്രഹമാക്കി തീർക്കണമേ. എല്ലാവരുടെ കാര്യങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവിന്റെ വേലയെ സ്നേഹിച്ചെടുത്തിരിക്കുന്ന സ്തോത്രകാഴ്ചയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിലേക്ക് വളരെ മനസ്സോട് കൊടുത്ത എല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ച് അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളെയും കർത്താവ് മാറ്റി ആത്മീയമായും സാമ്പത്തികമായും ഭൗതികമായും എല്ലാ നിലയിലും അനുഗ്രഹത്തോടുകൂടി ജീവിക്കുവാൻ കർത്താവ് സഹായിക്കണമേ. ഇനി അല്പസമയം ദൈവത്തിന്റെ വചനത്തിന് മുൻപാകെ ഞങ്ങൾ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. വചനം സംസാരിക്കാൻ അടിയനെ സഹായിക്കണമേ. കേൾക്കുന്നവരെ കർത്താവ് അനുഗ്രഹിക്കണമേ. എല്ലായിടത്തും നാമോഹത്തിനാക്കി തീർക്കുന്നുണ്ട്. സ്തോത്രം യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. Praise the Lord. Praise the Lord. Hallelujah. Thank you, Jesus. നമുക്ക് ഇന്ന് ദൈവസന്നിധിയിൽ അല്പസമയമായിരിക്കുവാൻ ദൈവം സഹായിക്കുന്നവരുടെ സ്തോത്രം. I will speak in English. So this morning we have a few minutes, maybe 15 minutes or less to speak from the word. That's fine. I think I can always split my message into two and I can speak next week. And but I believe in singing, praying. The word of God is important, but maybe we can live with a little bit on that. But last week, Dr. Vinny Kurian spoke a very blessed message to us. Last week I was so busy I didn't get any time to respond on a WhatsApp group. I didn't say anything, but she
have done an outstanding message. It's not a grading or anything like that, but in the Christian messages, my criteria to say a message was good is it bless me. If it bless me, it is a good message. Eloquence is good, ideas are good, but Christian messages have to touch the people. And last week, it touched me personally. It was a good message. And thank you for doing it. We will give you more opportunity in the future. And last week, I talked to a few different people. Last week, this thing I checked today, 79 people watched your message outside, those who are here. So that is good. That is good. And I talked to a few people last week, and a new family will join our Wednesday night meeting. And this is the beginning. They're going to join our Wednesday night meeting. I sent a Facebook post about this meeting. If you have a chance, you can spread it and share it. I shared this Wednesday night meeting to all my WhatsApp friends. Saturday morning, I did all of those. So I spread the word a lot. I called a few people personally and I asked them to join us. So I'm outside the thing. But I do believe that is a platform for our church growth, to bring people in, people who don't want to come to this building right away. This will be the platform they will join initially, and then they will get to know us, and then they will come. So we wanted to use that platform, but initially we will spend more time in prayer, and at least the first week we will have prayer, all prayer. And in our church meeting, we will reduce that prayer because we will be using the Wednesday night for all prayer. So Sunday when we come together, we will have more time for singing and more time for the Word of God. And so we'll make some changes later on. I just telling you, but today I'm going to ask Babina Moll to read our scripture from Romans chapter 12, verses 1 and 2. And so, dear brothers and sisters, I plead with you to give your bodies to God because all He has done for you. Let them be a living and holy sacrifice, the kind He will find acceptable. This is truly the way to worship Him. Don't copy the behaviors and customs of this world, but let God transform you into a new person by changing the way you think. Then you will learn to know God's will for you, which is good, pleasing, and perfect. Thank you. ഞാനത് മലയാളത്തിൽ കൂടെ ഒന്ന് വായിക്കാം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുകയും ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടുന്നതിന് മനസ്സ് ഒതുക്കി രൂപാന്തരപ്പെടുകയും. I will just say an introduction for this message today, then I will preach this message next week. So the one thing about the book of Romans, I'm not going to say any introduction to the book of Romans. One thing about the book of Romans is a very deep book, very theological. It has so many. I think when you get into it, you will see the depth of the book of Romans. It's so deep. That is one thing about the writings of Paul. It's very deep. It's not like some other writings. Even some apostles said in their writings, his writing is pretty deep. It's a little hard to comprehend. So when you look into the book of Romans, the first 11 chapters is dealing with the doctrinal matters, justification, sanctification, and God's righteousness, and so many different themes. The first 11 chapters is dealing with all theological matters. But when he begins in chapter 12
to the rest of the book, he is dealing with practical matters. So theology is not only just something that you hear, but it's something that you do. Something that you do is very important. So here what Apostle Paul is asking the Roman believers, this is not only limited to the Roman believers, to all believers universally, to everywhere. He is asking all believers to do 5 things. That is what he's doing here. 5 things is what he's asking us to do. Number 1 is he's saying that we have to present our bodies as a living sacrifice. Then he is using some qualifiers, like how it has to be. It has to be holy, it has to be acceptable, and it has to be reasonable. It has to be reasonable. But we have to kind of interpret all this. Then he is telling us, believers, don't get conformed to this world. That's the third thing. Don't get conformed to this world. But instead, the 4th thing is be transformed. You have to be transformed. And then the 5th thing is that you have to find the will of God. You have to find the will of God. So these are the 5 things Apostle Paul is talking in these 2 verses. Even though it's only 2 verses, this is packed with a lot of information. And so I took this 5 things and I made 4 points out of it. And the first point, which I will explain all this maybe next week, I will just tell you those 4 points. My first point is present ourselves at the altar of God. So when you present our bodies, Apostle Paul is using language from the Old Testament, from the Levitical book, from the Levitical system of sacrifice. When a sacrificial animal was brought into the altar, that animal was placed into the altar. There's a preparation for it, there's a cutting and all those laws and rules there. So what Apostle Paul is telling here is, point 1 number is, present our bodies, which means ourselves, not just our bodies, ourselves at the altar of God. And that has to be holy, it has to be living, it has to be acceptable. That is how it is supposed to be. And number 2 is, point number 2 is believers' approach to the world. That is giving us, Apostle Paul is giving us how the believers must approach this world. Can we just live our life in any way we want to or not? So that is how believers has to approach the world. Number 3 is renew and transform ourselves. So Christian life is constantly a life of renewal and transformation. And that is the key thing. This is, I think if you probably must have heard about 3 different aspects of our salvation, that we are saved, and we are being saved, and we shall be saved. This is what it is. This is a renewal. Every day we are being sanctified, we are being renewed, and we are being transformed unto the likeness of God. Until we reach, that is the ultimate goal. Until that happens, we have to every day renew ourselves and transform allow the Holy Spirit, not that we transform ourselves, we also have a part in it, but allow the Holy Spirit to transform ourselves so we can reach the maturity that Christ expects from us. Then the 4th thing is finding the perfect will of God. Finding the perfect will of God. So these are the 3 points I wanted to speak. So each one of them I can make one message and preach 4 Sundays if I want to. But let me just tell one more thing and then I will stop. So the first thing that I wanted to tell why it is important, this practicality.
why is the practicality important to Apostle Paul? You know, Jesus said in Matthew chapter 7 verse 21, not everyone who says to me, Lord, Lord, shall enter the kingdom of heaven, but he who does the will of my Father in heaven. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, സ്വർഗസ്നായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. അനേക പ്രസംഗങ്ങൾ നമുക്ക് ഉണ്ട്, പ്രസംഗങ്ങൾ പ്രസംഗിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ പ്രസംഗിക്കുന്നത് നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് നമ്മുടെ പ്രസംഗം കൊണ്ട് ഒരു വിശേഷമില്ല, കേൾക്കുന്നവർക്കും ഒരു വിശേഷമില്ല. അതുകൊണ്ടാണ് പൗലോസ് ഇതിനൊരു പ്രാധാന്യം കൊടുത്തത്. പ്രാക്ടിക്കൽ ലൈഫ് ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ സേയിങ് സംതിങ്. നമ്മൾ എന്തെങ്കിലും ഒരു ആശയം പറയുന്നതിലല്ല പ്രാധാന്യത, നമ്മൾ പറയുന്ന ആശയം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നുണ്ടോ. കാരണം ഞാനിവിടെ പ്രസംഗിക്കുന്ന നിമിഷം നിങ്ങൾക്ക് എന്നെ നന്നായിട്ട് അറിയാം. സോ യു ലുക്ക് അറ്റ് മീ, ഈസ് ഹി ഡൂയിങ് ഇറ്റ്. നിങ്ങൾക്ക് ഞാൻ വേറെ എക്സ്റേ മെഷീൻ ഒന്നും ആവശ്യമില്ല. യു ഓൾറെഡി എക്സ്റേഡ് മീ ആൻഡ് യു നോ വാട്ട് ഐ ആം ആൻഡ് ഹൗ ഐ ആം. സോ ഞാനിവിടെ വന്ന് വലിയ ഐഡിയോളജി ഒക്കെ പ്രസംഗിച്ചിട്ട് അങ്ങോട്ട് വന്ന് നമ്മളൊന്ന് പറയും, he does not have any of those. അതുകൊണ്ട് ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് എന്താണ്? പൗലോസ് അതാണ് ഇവിടെ എംഫസിസ്. ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് പ്രസംഗമല്ല, പ്രവൃത്തിയാണ്. പ്രവൃത്തിയാണ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ ഈ റെവലേഷൻ, വെളിപ്പാട് പുസ്തകത്തിൽ ഒരു വാക്യം നമ്മൾ ഇതോടുള്ള ബന്ധത്തിൽ ഞാൻ എംഫസൈസ് ചെയ്യുന്നത്, ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവരും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ, സമയം അടുത്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ 3 തരത്തിലുള്ള ഒരു അനുഭവമാണ്. വായിക്കുന്നവരുണ്ട്, കേൾക്കുന്നവരുണ്ട്, പ്രമാണിക്കുന്നവരുണ്ട്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, വായിക്കാം. നമ്മൾ ഒരു സംഗതി വായിച്ചങ്ങ് വിടാം. വായിച്ച് നമ്മൾ വേദവസ്ത്രം വായിക്കുമ്പോൾ നമ്മളിങ്ങനെ വായിച്ചങ്ങ് വിടും. അത് കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഉറക്കെ വായിക്കുവാണെങ്കിൽ അത് നമ്മൾ തന്നെ കേൾക്കും, അടുത്തിരിക്കുന്നവരും കേൾക്കും. പക്ഷേങ്കിൽ ഇവർക്ക് 2 പേർക്കും, ഈ വായിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും ഏറ്റവും ആവശ്യം പറയുന്നത് പ്രമാണിക്കുക. അതാണ് പൗലോസ് ഈ 12-ാമത്തെ അധ്യായം മുതൽ അവസാനം വരെ പ്രാക്ടിക്കൽ ലൈഫിന്റെ ഇമ്പോർട്ടൻസ് പറയുന്നത് അതാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതം കുറച്ച് ആശയങ്ങളുടെ ജീവിതമല്ല, കുറച്ച് ആശയങ്ങൾ പ്രസംഗിക്കുന്ന ഒരു ജീവിതമല്ല ക്രിസ്തീയ ജീവിതം. കുറച്ച് തിയോളജി, ഞാൻ 1973 മുതൽ തിയോളജി പഠിക്കുന്ന ഒരാളാണ്. എന്തെങ്കിലുമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഞാൻ എന്നെ പഠിത്തം നിർത്തിയിട്ടില്ല, ഇപ്പം നിർത്തി. ഇപ്പം എന്റെ പഠിത്തം ഞാൻ നിർത്തുകയാണ്. 73 മുതൽ തുടങ്ങിയ പഠിത്തമാണ്. ഏതെങ്കിലും സമയത്തിൽ എന്തെങ്കിലുമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ബുദ്ധി കൂടി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. നമ്മളിവിടെ എഴുന്നേൽക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, നല്ല ആശയങ്ങൾ നമുക്ക് പറയാം. പക്ഷേ ആശയ സമ്പൂർണതയുടെ ഒരു ജീവിതമല്ല വിശുദ്ധ ജീവിതം. ദൈവത്തിന്റെ പ്രമാണങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തി അതിനെ നമ്മൾ ജീവിച്ച് മറ്റുള്ളവരെ കാണിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. അതാണ് ഈ റോമാലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത്. നമുക്ക് അടുത്ത ആഴ്ചയിലും ഇത് ചിന്തിക്കാം. നമുക്ക് നമ്മുടെ സമയം വളരെ മുമ്പോട്ട് പോയി. ഇന്നത്തെ ആരാധനയെ ദൈവം അനുഗ്രഹിച്ചു. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ പ്രിയ അച്ചായൻ പ്രാർത്ഥിച്ച് ഈ യോഗം ഇപ്പോൾ ഇവിടെ, ഈ സഭായോഗം ഇവിടെ അവസാനിപ്പിക്കും. Hallelujah. സ്തോത്രം, 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 സ്തോത്രം. Praise you, Jesus. Hallelujah. Glory to God. Yes, Lord. Hallelujah. Yes, Lord. Yes, yes, Jesus. Hallelujah. Amen. Hallelujah. Thank you, Jesus. Yes.
ആമേൻ 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 ആമേൻ. കർത്താവിന്റെ ശാശ്വത അവരെ ഭരിച്ചുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കട്ടെ. അവരുടെ കാര്യങ്ങളെല്ലാം സഹായിക്കണമേ കർത്താവേ. പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ചുറ്റോടുള്ള അയൽവാസികളെല്ലാം കർത്താവേ ദേശത്ത് ആത്മാക്കളെ യാത്രയിലായിരിക്കുന്ന സൂക്ഷിക്കണേന്ന് പ്രാർത്ഥിക്കുന്നു. സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളെ കർത്താവ് സൂക്ഷിക്കുന്ന ജോലിക്കാരെല്ലാം സൂക്ഷിക്കണേ. ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രാജ്യത്തെ വലിയ കൊടുത്തെല്ലാവർക്കും അനുഗ്രഹിക്കണേ. ദുഷ്ടങ്ങളെ കാത്തുകൊള്ളണേ. 5 പൂർണ്ണങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന. എല്ലാവരും നാട്ടിലായിരിക്കുന്ന രാജ്യത്തെ കർത്താവ് അന്വേഷിച്ചു വേണ്ടി പ്രാർത്ഥന. യാത്ര ചെയ്യുന്നത് സൂക്ഷിക്കണേ. എല്ലാവരോടും പ്രാർത്ഥന യാചനങ്ങളുടെ സ്തോത്രം. ആനുമത്തവന് സർവീശ്വർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ ആമേൻ. ഹല്ലേലൂയ. അനുഗ്രഹത്തോടെ ഇപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മോടും നമ്മോർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും, പ്രത്യേകിച്ച് അടുത്ത ആഴ്ചയിൽ നാട്ടിലേക്ക് കടന്നു പോകുന്ന പ്രിയ കുടുംബത്തോടും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ ആമേൻ ആമേൻ. Praise God.